പോലെയുള്ളവരുടെ ഭാര്യമാർക്ക് പ്രസവിക്കാൻ ഭയമാണ് ജോസഫ്. സുഖമായി വന്നാലും ഉണരുമ്പോ കൈകാലിളക്കി കളിക്കാനും ഇത് മതിയാവില്ലേ? എന്റെ കുഞ്ഞിനോ? എന്നെ പോലെ വേലക്കാരന് ഇതുപോലൊരു തൊട്ടിൽ പണിയിക്കാനുള്ള ശേഷി ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ നീ എന്തൊരു ശുദ്ധനാണ് ജോസഫ്. ഇതന്റെ യജമാനൻ ആ ചുങ്കക്കാരൻ കോസ്മോസിന്റെ പൗത്രന് വേണ്ടിയുള്ളതാണ്. വിശപ്പ് മാറാനുള്ള ആഹാരം മാത്രം സ്വപ്നം കാണാൻ യോഗമുള്ളവരാണ് ജോസഫ്. എന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഞാനും ഇസ്രായേലിലെ മഹാഭൂരിപക്ഷം വരുന്ന ഭാഗ്യവതി ഈ ഭൂമിയിൽ എവിടെയോ ജനിച്ചിട്ടുണ്ടാവും. എന്റെ പ്രാർത്ഥനകളിൽ എന്നും ആ പുണ്യവതി ഉണ്ടാവാറുണ്ട്. ഇവിടെ അത്താഴം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നു. കാണാനിട്ടാണ് ഞങ്ങൾ വന്നത്. മേരി, ജോസഫിനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കൂ. ജോസഫ് ജെറുസലേം ദേവാലയത്തിലെ മെനുവയിൽ റബ്ബി എന്തു മതിപ്പോടെയാണ് നിങ്ങളെ കുറിച്ച് സംസാരിച്ചതെന്ന് അറിയാമോ? അത് കേട്ടപ്പോ ഞങ്ങൾക്കും വലിയ അഭിമാനം തോന്നി. നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിലാണ് ദൈവം ഞങ്ങൾക്കൊരു മകളെ തന്നത്. മകൾക്ക് അനുയോജ്യനായൊരു വരനെ തരുന്ന കാര്യത്തിൽ ദൈവം ഒട്ടും അമാന്തം കാണിച്ചില്ല. സംസാരമില്ല, ഇനി അത്താഴത്തിനും ശേഷമാകാം. നാളെ പുലരുമ്പോ ജോസഫിന്റെ നസ്രത്തിലേക്ക് തിരികെ പോകാൻ റബ്ബി തന്നെ ഒരു കുതിരവണ്ടി ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നിങ്ങളിനോട് ക്ഷമിക്കണം. അത്താഴത്തിനോ നാളെ പുലരാനോ കാക്കാതെ ഞാൻ ഇപ്പോൾ തന്നെ നസ്രത്തിലേക്ക് മടങ്ങുകയാണ്. അയ്യോ, അതെന്താ അങ്ങനെ? കാര്യഭേദം പറയാതെ ദിവസങ്ങൾക്ക് മുൻപ് പുറപ്പെട്ടതാണ്. അപ്പനും അമ്മയും പരിഭ്രമിക്കും. എത്രയും പെട്ടെന്ന് വീടെത്തണം. നടന്ന കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം. അവിവാഹിതനായി ജീവിച്ചു തീർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അവൻ ഉപദേശിക്കാൻ സിനഗോഗിൽ ചെന്ന് ഞാൻ കാർമേലിന്റെ സഭയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു? യഹൂദമോചനത്തിന് വേണ്ടി മിശിഹ മനുഷ്യനായി ജനിക്കുമെന്ന് വചനമോർത്ത് ഇസ്രയേലിലെ ഓരോ ആണും പെണ്ണും വിവാഹിതരാവാനും ഉണ്ണിമിശിഹായ്ക്ക് ഒരു അപ്പനും അമ്മയുമായി തീരാനും കൊതിക്കുന്ന ഒരു കാലത്ത് വിവാഹമേ വേണ്ടെന്ന് കരുതുന്ന ജോസഫിന് അത്ഭുതമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അത്ഭുതം അവിടെ നിൽക്കട്ടെ. വേറെന്ത് പറഞ്ഞു? നിന്റെ മകൻ ജോസഫ് നല്ല അച്ഛനാണെന്ന് പറഞ്ഞു. നല്ല മനുഷ്യനാണ്, നല്ല മകനാണ്, നീതിമാനാണ്. അവന്റെ നന്മകൾ അങ്ങനെയാണ് പറഞ്ഞു. പരിഹാരം എന്ത് പറഞ്ഞു? അതാണ് എനിക്കറിയേണ്ടത്. എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞു. കൂടിയ പുത്തിരിച്ചാലായിരുന്നു അമ്മേരി. ഒരേ സമയം സൗമ്യമായി ചിരിക്കാനും പാപം പ്രവർത്തിക്കാനും മനസ്സുറപ്പുള്ളൊരു വഴി പിഴച്ച ചിന്തിക്കാൻ പോലും നടക്കുന്ന കാര്യങ്ങൾ പേരിയെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരുന്നല്ലോ. അങ്ങയോട് എനിക്ക് ചോദ്യങ്ങൾ ഉയർത്തേണ്ടി വന്നല്ലോ. ഇതിനു വേണ്ടി മാത്രം അങ്ങ് അവളെ എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചത് എന്തിന്? എന്റെ മനസ്സ് പോലെ വരണ്ട ഒലിപ്പിച്ചില്ല തളുക്കാതിരുന്നെങ്കിൽ, എന്നേക്കുമായി ഉണങ്ങി കരിഞ്ഞു പോയിരുന്നെങ്കിൽ. ഇത്രമേൽ പരീക്ഷണങ്ങൾ നേരിടാൻ അശക്തനാണ് നിന്റെ ഈ ദാസനെന്ന് നിനക്ക് അറിവുള്ളതല്ലേ ദാസ? പൂർവപിതാക്കന്മാരുടെ നിയമവും ഉടമ്പടികളും വെടിയാതിരിക്കാവില്ല. മത്താമിയാസിന്റെ അശുദ്ധ രക്തത്തിൽ പിറന്ന മക്കാബയറാണ് ഈ പരമ്പര ഇനിയും ഇസ്രായേലിൽ അവശേഷിക്കുന്നുവെന്നോ നരച്ചുമുറ്റിയ നിനക്കോർമ്മയുണ്ടാവാതിരിക്കില്ല. വിശ്വാസ പ്രമാണ ഗ്രന്ഥങ്ങൾ ഭവനങ്ങളിൽ സൂക്ഷിച്ചതിന്റെ പേരിൽ പോലും വെന്ത് ചാകേണ്ടി വന്ന നിന്റെ പൂർവ്വ പരമ്പരകളെ കുറിച്ച്, അമ്മമാരുടെ കഴുത്തിൽ കയർ കെട്ടി തൂക്കിലേറ്റിക്കൊന്ന കിടാങ്ങളെ കുറിച്ച്, നിന്റെ ദേവാലയങ്ങളെ അശുദ്ധപ്പെടുത്താൻ വീഴ്ത്തിയ നേച്ച വസ്തുക്കളുടെയും പന്നിച്ചോരയുടെയും പാട ഇന്നും
ഇസ്രായേലിനെ വിട്ടൊഴിഞ്ഞിട്ടില്ല. അത് ഇനിയും